ഹായ് ഹലോ നിഷി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എന്തൊക്കെ എല്ലാവരുടെ വിശേഷം? സുഖമാണോ? നമ്മളിവിടെ അൽഹംദുലില്ലാ കുഴപ്പമില്ലാണ്ട് പോകുന്നു കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു അടിപൊളി മന്തി റെസിപ്പി ആയിട്ടാണ്. കുക്കറിൽ പെട്ടെന്ന് നമുക്ക് ആരെങ്കിലും ഗസ്റ്റോ അല്ലെങ്കിൽ മക്കളൊന്ന് ഒരു ആഗ്രഹം പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയുന്ന ഒരു ചെറിയ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നോക്കാം. അതിന് ഞാനൊരു 1.5 കിലോ, അതായത് നമുക്ക് പെട്ടെന്ന് ഒരു 4-5 ആൾ ഗസ്റ്റായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വേഗം ഉണ്ടാക്കാൻ നോക്കിയത്. നമുക്ക് ബസുമതി അരിയോ മന്തീൻ്റെ ഏത് അരിയായാലും വേണ്ടില്ല, ഒന്ന് ജസ്റ്റ് കഴുകിയിട്ട് നമുക്ക് നമ്മളെ ഇതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പ്രിപ്പറേഷൻ ചെയ്യുന്നത് വരെ ഒന്ന് ജസ്റ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ 2 ടീസ്പൂണ് പച്ചമല്ലി, അതാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ടത്. അതുപോലെ ഒരു 5-6 ഏലക്കായ, ഒരു 2 കഷ്ണം പട്ട. ഇതൊക്കെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതാണ് കേട്ടോ. ഈ ഫോളോപ്പ് തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും മന്തി നന്നായില്ല എന്ന് നിങ്ങൾ പറയില്ല കേട്ടോ. ഇനി ഒരു 1.5 കിലോ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 5 നായി ഉണ്ടാവും കേട്ടോ. നായി എന്ന് പറഞ്ഞാൽ ഒരു പാത്രമാണേ. പിന്നെ ഞാൻ വലിയ ജീരകം, ചെറിയ ജീരകം, ഇത് നമുക്ക് ഇത്രയും സംഭവങ്ങൾ എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഈ മിക്സിൻ്റെ വാഷർ ഉണ്ടല്ലോ, നമ്മളെപ്പോഴും ഊരി കഴുകി വൃത്തി കൊണ്ട് നടന്ന് നമ്മൾ കരുതും വാഷർ ലൂസാവും. വെറുതെ കേട്ടോ, ടൈറ്റ് ആവുകയേ ചെയ്യുള്ളൂ. കണ്ടോ, എത്ര വർഷം പഴക്കമുള്ള മിക്സി എപ്പോഴും കണ്ട എൻ്റെ അടുത്ത് ഇത്രയും വൃത്തിയിൽ നിൽക്കുന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മളത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വെള്ളം അതായത് ചോറ് തിളപ്പിച്ചെടുക്കണം അത്ര ഒരു വെള്ളം നമുക്കൊരു മനസ്സിലാക്കാൻ പറ്റില്ല. അതിന് കണ്ട് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മളൊരു 3 ടീസ്പൂൺ നമ്മൾ ഈ പൊടിച്ചെടുത്ത പൊടികൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളച്ചൊരു ഇനി നമുക്ക് ഇതൊക്കെ മാഗി ക്യൂബാണ്, ഒരു 3 കട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചിലപ്പോൾ 2 ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, അതൊരു ഒരു കുറച്ച് ഒരു കൈയിൻ്റെ പൊടിക്കനുസരിച്ച് നമ്മൾ എടുത്താൽ മതി കേട്ടോ. ചിക്കൻ അനുസരിച്ച് നമ്മൾ ചിക്കൻ എത്ര എടുക്കണം അതിനനുസരിച്ച് ഞാനിപ്പോൾ ഒരു 1.5 കിലോ ചിക്കനും എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടാൽ മതി, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക്, പച്ച കുരുമുളക് ഇട്ടാൽ, അതായത് പച്ച നമ്മൾ പൊടിക്കാത്ത കുരുമുളകായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകും പൊടി കേട്ടോ. ഇത് നമുക്ക് ഇട്ടിട്ട് കുറച്ച് കളറ് യൂസ് ചെയ്യാം. അത് ചിക്കൻ്റെ ഒരു കളറ് കിട്ടാൻ വേണ്ടി നിർബന്ധമൊന്നുമില്ല കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്, അതായത് ആവശ്യത്തിന് പറഞ്ഞാൽ നമുക്ക് ഈ ഉള്ളിക്കും ഇതിക്കുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. കാരണം മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ചേർക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊരു ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാവേ. കളറ് നമുക്ക് ഒരു എന്താ പറയുക, ഇഷ്ടമുള്ളവർ ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ വീഡിയോ എടുക്കണോണ്ടാണ് കളർ ഇട്ടത്, ഇല്ലെങ്കിൽ ഞാൻ കളറൊന്നും മക്കൾക്ക് കൊടുക്കാറില്ല കേട്ടോ. ഇത് നമ്മളെ ഓപ്ഷനിലാണ്. കളർ ഇട്ട് വെച്ചിട്ട് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമില്ല, കാണാനത് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ സമയമാകുമ്പോൾ തന്നെ നമ്മളെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരി കഴുകി അതിലേക്ക് ഇടണം കേട്ടോ. കഴുകി ഓൾറെഡി വെച്ചതാണ്. നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് ഒരു 3/4 വേവ്, അതായത് നന്നായിട്ട് വേവരുത്, അരി പൊട്ടരുത് കേട്ടോ. ആ സമയം അരി ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ പൊട്ടരുത്, അങ്ങനത്തെ രീതിയിൽ നമുക്കിത് ഊറ്റിയെടുക്കണം കേട്ടോ. ഇത് മാത്രമേ ശ്രദ്ധിക്കേണ്ടുള്ളൂ, ബാക്കിയൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. വേറെ ഒന്നും നോക്കണ്ട. അതേപോലെ ആ മസാലകൾ നമ്മൾ എന്നിട്ട് ചിക്കനിലൊന്ന് ജസ്റ്റ് തേച്ച് പിടിപ്പിച്ചിട്ട് കുക്കറിൽ ഞാൻ കാണിക്കുന്നത് പോലെ ഒന്ന് ചെയ്ത് നോക്കും. വേറെ ഒരു ഡൗട്ടില്ല, ഒരൊറ്റ വിസിൽ നമ്മളെ കുക്കറിൽ വരും ചെയ്യുക. ആവശ്യത്തിന് ഉപ്പിട്ട വെള്ളത്തിൽ ചോറ് നമ്മൾ നന്നായിട്ടൊന്ന് തിളച്ചൊരു കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് പോലും തിളക്കേണ്ട. അതിപ്പോൾ തന്നെ നമുക്ക് ചോറിനെ വാർത്തെടുക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു പരുവത്തിൽ നമ്മളിത് വാർത്തെടുക്കണേ. കണ്ടോ, പൊട്ടിയിട്ടില്ല, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കണ്ടോ, ഒന്ന് തിളച്ച് കുറച്ചേ ആയിട്ടുള്ളൂ. കാരണം നമ്മളിത് കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിക്കുകയാണല്ലോ. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. 2 കുക്കറിലായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒന്നാമത് എൻ്റെ അടുത്ത് വലിയതില്ല, വലുതിനേക്കാൾ എനിക്ക് തോന്നുന്നു, അതായത് കാരണം നമുക്ക് അത്രയും നേരം ആവി മേലേക്ക് കയറി വരുന്നേക്കാളും നമുക്കൊരു 5 ലിറ്ററിൻ്റെ ചെറിയ 2 കുക്കറുകളാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഇതൊക്കെ ഞാൻ കണ്ടില്ല, ചിക്കൻ ഇത്രയാണ് ഞാൻ ചിക്കൻ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ മസാല കൂട്ടൊക്കെ ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഇതിലേക്ക് ഞാൻ ഇടാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ക്യാപ്സിക്കാണ്. എൻ്റെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ടാണ്. ക്യാപ്സിക്കം വേണമെങ്കിൽ ഒന്ന് ഒരു 2-3 ക്യാപ്സിക്കം ഇതിലേക്ക്
ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ടാലും ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ. അത് ഞാൻ പ്രത്യേകം പറയണേ. എൻ്റെ കയ്യിൽ അപ്പം ഇല്ലായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് വിരുന്നുകാർ വരിക എന്ന് പറഞ്ഞു. പക്ഷെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആരും മന്തി, ഞാനും പൊതുവേ മന്തി കഴിക്കാത്ത ആളാണ്, പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണുക, സംഭവം ഒന്ന് നോക്കൂ കേട്ടോ. എന്നിട്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓക്കെ, ബൈ.